ലോകത്തിലെ ഏറ്റവും പൊല്യൂഷൻ കുറഞ്ഞ സിറ്റിയായ നമ്മുടെ ഡൽഹിയിൽ വിസിബിലിറ്റി എല്ലാം നല്ലോണം തന്നെ എല്ലാ ഫ്ലൈറ്റും ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഞാൻ ഇവിടെ കോഴിക്കോട് ഓഫീസിൽ വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ വിറ്റാര ഡ്രൈവ് ചെയ്യേണ്ടായിരുന്നു. ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് ഞാൻ ഇവിടെ കോഴിക്കോട് ഇരിക്കുകയാണ്. എന്തായാലും ഇന്ത്യൻ സ്പെസിഫിക് വിറ്റാര നമുക്ക് നോക്കാം. ഞാൻ ഡ്രൈവ് ചെയ്ത എക്സ്പീരിയൻസ് യു കെ നിന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ശ്രീകാന്ത് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് എക്സ്പീരിയൻസും ഞാൻ കൂട്ടിയിട്ടായിരിക്കും ഈ ഒരു റിവ്യൂ കൊണ്ടുവരുന്നത്. പ്രോപ്പർ ഡ്രൈവ് എന്തായാലും ഉടനെ കൊണ്ടുവരും, വണ്ടി അവൈലബിൾ ആയാൽ. എന്തായാലും നമുക്ക് ഈ രീതിയിൽ വിറ്റാര കൊണ്ടുവരുന്നതിൽ വലിയ സന്തോഷമൊന്നുമില്ല. എങ്കിലും ഈ വിറ്റാര മൈ പ്ലേലിസ്റ്റ് വെക്കുന്നുണ്ട്. ഈ വർഷം തുടക്കത്തിൽ ഓട്ടോ എക്സ്പോയിലാണ് നമ്മൾ മാരുതിയുടെ പുതിയ വിറ്റാര ആദ്യമായിട്ട് കാണുന്നത്. അപ്പോഴാണ് അൺവീൽ ചെയ്തിട്ടുള്ളൂ. ആ കാഴ്ചയിൽ നമ്മൾ ഫസ്റ്റ് ലുക്ക് കൊണ്ടുവന്നിരുന്നു. ഇന്ത്യയിലെ മാരുതിയുടെ മകനിങ് ഹെഡായിട്ടുള്ള പാർത്ഥോസാനായിട്ടുള്ള ഇൻ്റർവ്യൂ എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാനെല്ലാം കരുതിയത് ഈ വർഷം പകുതിയോടുകൂടി മാർക്കറ്റിൽ വണ്ടി എത്തിയിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ഫെസ്റ്റിവൽ സീസൺ, നമുക്ക് ഓണമെല്ലാം ഫസ്റ്റ് വരുന്ന ഫെസ്റ്റിവൽ സീസണെങ്കിലും ഇന്ത്യയിലെ ഫെസ്റ്റിവൽ സീസണായ ദീപാവലി ടൈമിലും എത്തിയില്ല. പക്ഷെ ആ സമയത്ത് ഏകദേശം ഇന്ത്യയിൽ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് ഇവിടുന്ന് ജപ്പാൻ അടക്കമുള്ള മാർക്കറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനെല്ലാം തുടങ്ങി. പക്ഷെ ഇന്ത്യയിൽ എത്താത്തതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോഴും പറഞ്ഞാൽ ഒരു മാരുതി പ്രൊഡക്റ്റ് വരും ഫുൾ സൊല്യൂഷനായിട്ട് വരിക എന്നുള്ളതാണ്. നമുക്കറിയാം മാരുതിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാനുഫാക്ചേഴ്സ്. മാരുതി അങ്ങനത്തെ ഒരു മാനുഫാക്ചർ കൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം മാർക്കറ്റിൽ എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഫുൾ സൊല്യൂഷനായിട്ട് വന്നാൽ മാരുതി എങ്ങനെ ജനകീയമായിട്ടുണ്ടാവും മറ്റു തലത്തിൽ, അതുപോലെ ഇലക്ട്രിക് വണ്ടീനെ ജനകീയമാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിനുള്ള കാറാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇതൊരു ക്രെട്ട കാറ്റഗറിയിൽ വരാൻ പോകുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ ജനകീയമായിട്ടുള്ള ഇലക്ട്രിക് ആവാൻ ചാൻസ് ഇല്ല. അതിന് പിന്നീട് വരാൻ പോകുന്ന ചെറുകിട ഇലക്ട്രിക്കല്ലായിരിക്കും. നമ്മളിപ്പം ടോക്കിയോ മോട്ടോഴ്സിൽ എൻ്റെ ഫ്രണ്ട് സഞ്ജയ് ഡിസൈൻ ചെയ്തിട്ടുള്ള ആ കോൺസെപ്റ്റെല്ലാം കണ്ടതല്ലായിരിക്കാം ജനകീയമാവുന്ന സുസുക്കി ഇലക്ട്രിക് വെഹിക്കിൾ. എന്താണെങ്കിലും ഇന്നിപ്പോൾ മാരുതി പറയുന്നത് ഇവരുടെ മാർക്കറ്റ് സ്റ്റഡി അനുസരിച്ചിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നോവേറ്റേഴ്സാണ് ആദ്യം ഇലക്ട്രിക് വണ്ടികൾ വാങ്ങി തുടങ്ങി. പിന്നെ ഏർലി അഡാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ, അതെല്ലാം ചാർട്ട് എത്തി നിൽക്കുന്നത് സ്കെയിൽ ഇവിടെ എത്തി. പിന്നെ ഇനി ഏർലി ആയിട്ടുള്ള ബാക്കിയുള്ള കാറ്റഗറിയിലെല്ലാം പോയിട്ട് പിന്നെ താഴ്ന്നു വരുമ്പോഴേ മാർക്കറ്റ് ഇതാവുള്ളൂ എന്നുള്ളതാണ് അവർ പറയുന്നത്. അതങ്ങനെ ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോഴും വണ്ടി ഇറങ്ങിയിട്ടില്ല. ഇറങ്ങാൻ പോകുന്നത് മാർച്ചിലായിരിക്കും എന്നാണ് മനസ്സിലായത്. എന്തായാലും ഊഹാഭോഗങ്ങൾക്കോ ഗൂഢാലോചനകൾക്കോ എല്ലാം തന്നെ ശിക്ഷ വരെ കൊടുക്കുന്നത് പ്രയാസമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് അവരുടെ മനസ്സിലുള്ള കാര്യം അറിയാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ വന്നു. ഏകദേശം ഒരു മാസം മുന്നെയാണ് നമ്മൾ യു കെയിൽ നിന്നും പുതിയ വിറ്റാര ഡ്രൈവ് ചെയ്ത്. വളരെ കുറച്ച് മീഡിയകൾ അവർ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയി ഡ്രൈവ് ചെയ്തു. നമുക്ക് അന്ന് കുറേ കാര്യങ്ങളൊന്നും അൺവീൽ ചെയ്തിരുന്നില്ല. നമുക്കൊരു യു കെയിൽ നിന്നും ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് എന്നുള്ളതിലേറെ വേറെ ടെക്നിക്കലൊന്നും ആയിട്ടുള്ള ഒരു കാര്യം അന്നത്തെ എക്സ്പീരിയൻസിൽ ഉണ്ടായിരുന്നില്ല. എന്താണെങ്കിലും വണ്ടി ഓടിക്കാനും അതുപോലെ തന്നെ വണ്ടി കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റിയത് നല്ല കാര്യമായിരുന്നു. ഇന്ത്യയിൽ നിന്നാണ് ബാക്കി എല്ലാ മാർക്കറ്റിലേക്കും ഈ വണ്ടി നിർമ്മിക്കുന്നത്. ഗുജറാത്തിലെ പ്ലാന്റിൽ നിന്നാണ്. ബാറ്ററി അടക്കമുള്ള കാര്യം അവിടെ നിന്ന് തന്നെ നിർമ്മിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം ക്ലിയർ ആക്കുള്ള, ബാറ്ററിയുടെ സെൽസും കാര്യമെല്ലാം പുറത്തുനിന്ന് വരുന്നതാണ്. അത് ഇന്ത്യയിൽ ഇപ്പോഴും ആരും മാനുഫാക്ചർ ചെയ്യുന്നില്ല കേട്ടോ. മാരുതിയുടെ വളരെ യുണീക്കായിട്ടുള്ള ഒരു ഡിസൈൻ ഫോർമാറ്റാണ് നമ്മൾ ഇതിൽ കാണുന്നത്. എന്നുവെച്ചാലും ഒരു ഇപ്പോഴത്തെ പല ബ്രാൻഡും എക്സ്പീരിയൻസ് എന്ന പോലത്തെ കോണ്ടംപററിയോ അല്ലെങ്കിൽ നൺ അതർ ദാൻ അങ്ങനത്തെ ടൈപ്പ് ഡിസൈനൊന്നുമില്ല. നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ട് പരിചയത്തിലുള്ള പ്രൊപ്പോഷണലുള്ള ഡിസൈനാണ്. അതിൽ മാരുതിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മാസ്കുലിനും ഇങ്ങനത്തെ ഒരു ലോ സ്ട്രെങ് ആയിട്ടുള്ള ഒരു ക്യാബിനും ഉള്ള ഒരു പ്രൊപ്പോഷൻ SUV നമ്മൾ കണ്ടിട്ടേ ഇല്ല. ചിലരെല്ലാം ഫോട്ടോ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പഞ്ച് പോലെ ഉണ്ടെന്ന്. പക്ഷേ എനിക്ക് ഡയറക്റ്റ്ലി തോന്നിയിട്ടില്ല കേട്ടോ. ഞാനത് അഗ്രി ചെയ്തിട്ടില്ല. പഞ്ചിൻ്റെ എലമെൻറ്റ്സ് ഒന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത് നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും. പഞ്ചിനേക്കാളെല്ലാം തന്നെ മാസ്കുലിൻ ലുക്ക് ഉണ്ട്. ഫ്രണ്ടിൽ നിന്നെല്ലാം കാണുമ്പോൾ ശരിക്കും ഒരു SUV ക്യാരക്ടർ എന്നുണ്ട്. പക്ഷെ വേറെ തന്നെ ഒരു ഫേഷ്യയാണ്, നമുക്ക് പരിചയമില്ല ആ മാരുതിന് അങ്ങനത്തെ ഫേസ് കണ്ടിട്ട്. പിന്നെ സൈഡ് പ്രൊഫൈലെല്ലാം നോക്കുമ്പോൾ വീലാച്ചിൻ്റെ എലമെൻറ്റും താഴത്തുള്ള ഡൈനാമിക് എലമെൻറ്റും സ്കേർട്ടിങ്സും എല്ലാം തന്നെ സ്ട്രോങ് എലമെൻറ്റ്സ് ആണ്. ഡബിൾ കളറായി തോന്നിക്കും, കാരണം ബ്ലാക്ക് എലമെൻറ്റ് വരുന്നുണ്ട്. കുറച്ചൊരു സ്ലോപ്പിയായി വരുന്ന റൂഫ് ലൈനാണ്. അതിൻ്റെ ഇൻറ്റീരിയറിലെ കാര്യങ്ങൾ ഞാൻ പറയാം. റിയറിലേക്ക് എത്തുമ്പോഴും സി പില്ലറിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അവിടെ കൊടുത്തിരിക്കുന്ന ഹിപ്പ്, ആ ഒരു മാസ്കുലിനെസ്, റിയറിന് കാണുമ്പോഴുള്ള ടെയിൽ ലൈറ്റ് ട്രീറ്റ്മെൻറ്റ്, ഇതെല്ലാം കൂടി ചേരുമ്പം മാരുതിയിൽ നിന്ന് നമ്മൾ കാണാത്ത ഒരു തരത്തിലുള്ള ഡിസൈനാണ്. ഒരു പുതിയ സെഗ്മെൻറ്റിലേക്ക് മാരുതി കൊണ്ട് ഒരു പുതുമ ഉണ്ടോയെന്ന് വെച്ചാൽ മാരുതിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇത് ഏതായാലും നെക്സ പ്ലാറ്റ്ഫോമിലായിരിക്കും വരുന്നുണ്ടാവുക. മാരുതിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രീമിയമാണ്. അവരുടെ ഏറ്റവും പ്രീമിയം പ്രോഡക്റ്റ്, ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റ് ആയിരിക്കും എന്നല്ലായിരുന്നു പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇൻവിക്ട് ഉള്ളിടത്തോളം കാലം അതായിരിക്കും ഏറ്റവും പ്രീമിയം പ്രോഡക്റ്റ്. ഇലക്ട്രിക്കിലെ പ്രീമിയം ആവും ഫോർ ടൈം ബീയിങ്.
പിന്നെ വീലാണെങ്കിലും നമ്മൾ കണ്ടിരുന്ന ഞാനന്ന് കൊണ്ടുവന്ന വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ കാണാം. അതിൽ 2 ടൈപ്പ് ട്രിമ്മുകളുണ്ട്. ഇതിൽ നമ്മൾക്ക് ഷോക്കേസ് ചെയ്തിട്ടുള്ള അതിൽ ടോപ്പ് ട്രിമ്മാണ്. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പം എല്ലാം എടുത്ത ട്രിമ്മായിരുന്നു. അപ്പോൾ ആ ടൈപ്പ് വീല് തന്നെയാണ് ഇതിലും വന്നിട്ടുള്ള ആ കവേർഡ് ആയിട്ടുള്ള എയറോ വീൽസാണ്. പിന്നെ റിയറിൽ ബൂട്ട് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന കാര്യം എന്താ വെച്ചാൽ താഴത്ത് ബൂട്ടിന് താഴെ എല്ലാം തന്നെ സ്പേ വീലും അതും ഫുൾ സൈസ് അലോയ് വീലാണ്. പിന്നെ കേബിളെല്ലാം വെക്കാനുള്ള സ്പേസ് വെച്ച് സിൽ ലെവലിലാണ് ബൂട്ട് നിൽക്കുന്നത്. എത്രയാണെന്നല്ല അതിൻ്റെ ലിറ്റേഴ്സും അതേപോലെ ഡയമെൻഷൻസും ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും പ്രാക്ടിക്കലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ താഴേക്കുള്ള സ്പേസ് പോകുന്നതുകൊണ്ട് കുറച്ച് സ്പേസ് കുറയും. പക്ഷേ നമുക്ക് 2 വലിയ ലഗേജെല്ലാം വെക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സ്പേസ് കൂടും. അങ്ങനെ ഒരു പോസിബിലിറ്റി നമുക്ക് കാണാം. എന്തായാലും ഇതാണ് എക്സ്റ്റീരിയർ ഡിസൈനിൽ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഞാൻ 5 കളറിലായി കണ്ട് ഡാർക്ക് കളേഴ്സിൽ കുറച്ചുകൂടിയും ബെറ്ററായി തോന്നുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ആ ലൈൻസ് എല്ലാം കുറേ നിൽക്കുന്ന ലൈറ്റ് കളർ മേ ബി നമ്മൾ കാണുന്ന അന്ന് UK വെതറിൻ്റെ ഒരു ആസ്പെക്റ്റും ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്നുള്ളതും ഈ 5 പേരെ നിങ്ങൾക്കും തോന്നുന്നുണ്ടോ എന്നുള്ളതെല്ലാം കമൻറ്റിൽ പറയാം. എനിക്കെന്തായാലും ഡിസൈൻ ഇഷ്ടപ്പെട്ടു. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാരുതി സുസുക്കി വെഹിക്കിളാണ് ഈ വിറ്റാര. ഞാൻ നമ്മളെ UK വീഡിയോയിൽ എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ഒരു ഒപ്പീനിയനും കൂടിയാണ്. ഇപ്പോൾ ഇൻറ്റീരിയർ എന്നെല്ലാം പറയുമ്പോൾ നമ്മളവിടെ കണ്ട അതേ ട്രിം എല്ലാം തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്ന ടോപ്പ് ട്രിം. ഇൻറ്റീരിയറിൻ്റെ ഒരു ഡിസൈൻ തന്നെ കുറച്ച് യുണീക്കായിട്ടുള്ള ഡിസൈനാണ്. പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു എലമെൻറ്റ്സ് എല്ലാം നമുക്ക് കാണാം. അതിൽ 2 സ്ക്രീനാണ് വന്നത്. ഒന്ന് വലിയ സ്ക്രീനും ഒന്ന് ചെറിയ സ്ക്രീനും. അത് മറ്റേ ഇൻസ്ട്രുമെൻറ്റ് കൺസോളാണ്. ചിലർക്ക് ആ ഒരു ലെയറായിട്ട് നിൽക്കുന്നത് ചിലർക്ക് ഓക്വേർഡായി തോന്നുന്നുണ്ട്. പക്ഷേ ഐ ഡിഡ്ന്റ് ഫൈൻഡ് ദാറ്റ്. കാരണം നമ്മൾ ഇരിക്കുമ്പം ഉള്ള ഫോക്കസ് നോക്കുമ്പം നമ്മളെ ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ നേരെ നിൽക്കുന്നത്, ഇത് നമുക്ക് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്നത്. കാരണം ഇത് നമുക്ക് ടച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനിൽ നമുക്ക് ടച്ച് ചെയ്യേണ്ട കാര്യം. അപ്പോൾ അത് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്ന ഫീൽ ഉണ്ടായിരുന്നു. എന്നാലും അതുപോലെ തന്നെ വന്നിരിക്കുന്നത് ടാൻ കളർ ഉണ്ട്. അതുപോലെ തന്നെ 12 ടോണായിട്ട് നിൽക്കുന്നുണ്ട്. ക്വാളിറ്റിയെല്ലാം സെയിം തന്നെയാണ്. നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് അതൊന്നും ഫീൽ ചെയ്തിട്ടുള്ളത്. പൊതുവേ നമുക്ക് ഡോർ ഷട്ട് ചെയ്യുമ്പം എല്ലാം തന്നെ ഒരു ബിൽഡ് ക്വാളിറ്റി എല്ലാം കുറച്ച് നന്നായി തോന്നിയിട്ടുണ്ടായിരുന്നു. ഇൻ്റർനാഷണൽ മോഡൽ അത് തന്നെ ഇവിടെ ഫോളോ ചെയ്തിട്ടുണ്ടെന്നാണ് ശ്രീകാന്തും പറഞ്ഞിട്ടുള്ളത്. പിന്നെ 10 വേ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റാണ്. ഡുവൽ സ്പോക്ക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. താഴെ മേലായിട്ട് ഫ്ലാറ്റായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റിയറിംഗ് ആണ്. ഇത് നമുക്ക് പുതുമുള്ള കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി കണ്ട പുതിയ മഹീന്ദ്രയും ടാറ്റ എല്ലാത്തിലും ഇങ്ങനത്തെ സ്റ്റിയറിംഗ്സ് എല്ലാം വന്ന സ്പോർട്ടീവ് ക്യാരക്ടറുള്ള. പക്ഷേ ഇതെല്ലാം നമ്മൾ പണ്ട് കണ്ടിരുന്ന സ്പോർട്സ് കാർസിലായിരുന്നു. ഇത് ഈ ഒരു കാറിൽ വേണോ എന്നുള്ളത് വേറെ ക്വസ്റ്റ്യനാണ്. എന്തായാലും അതാണ് വന്നിരിക്കുന്നത്. ഒരു ആഡഡ് എലമെൻറ്റാണ്. പനോറമിക് സൺറൂഫ് ഉണ്ട്. ഞാൻ അന്ന് UK നിന്ന് കാണിച്ച മോഡൽ ഒരു വണ്ടിക്ക് ഉണ്ടായിരുന്നില്ല, മറ്റു വണ്ടിക്കുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബട്ട് ഓപ്പണബിൾ അല്ല, സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുന്ന സൺറൂഫാണ്. അപ്പം സൺറൂഫായിട്ട് ഓപ്പൺ ചെയ്ത് പുറത്ത് നിൽക്കാൻ പറ്റാത്ത ഞാൻ നല്ല കാര്യമായിട്ട് കാണുന്നു. ഈ അടുത്ത ദിവസം കൂടെ നമ്മളൊരു ഇവൻറ്റിന് കണ്ടപ്പോൾ ഞാൻ കുട്ടികളെ പുറത്ത് നിർത്തുന്നുണ്ടപ്പോൾ അവർ പാരൻസിനോട് പറഞ്ഞ് നിർത്തരുത്, നല്ലതല്ല, സേഫ് അല്ല എന്നുള്ളത്. എനിവേ അതും വന്നിട്ടുണ്ട്. സീറ്റാണെങ്കിലും എനിക്ക് സപ്പോർട്ടീവ് സീറ്റായിട്ട് തന്നെ തോന്നിയത് എല്ലാം തന്നെ. പിന്നെ നമുക്ക് 10 വേ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മളെ പൊസിഷനെ റൈറ്റാക്കി ഇരിക്കാൻ പറ്റും. വെൻറ്റിലേഷൻ വരുന്നുണ്ട്. വെൻറ്റിലേഷൻ സ്ക്രീനിലാണെന്നുള്ളൂ. അത് പലർക്കും ഒരു ഡ്രോബാക്കൊക്കെ മാരുതി തന്നെ നമുക്ക് സ്വിച്ചസിലുണ്ട്. പക്ഷേ ഇത് നമ്മൾ കണ്ടിട്ടുള്ള ഇൻ്റർനാഷണൽ മോഡൽ ഇപ്പോൾ അയോണിക് 5 നമ്മളെടുത്ത് കുറേ കാലമുണ്ട്. യൂസ്ഡ് ആയിട്ട് വന്നപ്പോൾ സ്ക്രീനിൽ അത് നമുക്ക് എടുക്കാനും അത് ഉപയോഗിക്കാനും വലിയ പ്രശ്നമായിരുന്നില്ല. നമുക്ക് പെട്ടെന്ന് കറക്റ്റ് എവിടെയാണുള്ളത് നോക്കാതെ തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം യൂസ്ഡ് ആയിട്ട് വരും. എന്തായാലും സ്ക്രീനിലുള്ള ഫിസിക്കൽ ബട്ടൺ ഇല്ല. ഫിസിക്കൽ ബട്ടൺ ഉണ്ടാകുന്നത് നല്ലതാണ്. ഞാൻ അതിന് അനുകൂലിക്കുന്ന ആളുമാണ്. പിന്നെ തൈ സപ്പോർട്ട് കുറവായിട്ടാണ് ശ്രീകാന്ത് തോന്നിയത് ഫ്രണ്ട് സീറ്റിൽ. പക്ഷേ എനിക്കത് അത്ര തോന്നിയില്ല. മേ ബി നമ്മുടെ സ്ട്രക്ചറൽ ഡിഫറൻസ് ഉണ്ടാവും. ഹൈറ്റ് വൈസ് ആണെങ്കിലും എനിക്ക് കറക്റ്റ് സീറ്റിംഗ് പൊസിഷൻ ഉണ്ട്. മേലെ കുറച്ച് സ്പേസിലായിട്ട് തോന്നി. അവനത് അത്ര പോരാ എന്നുള്ള അഭിപ്രായമാണ്. റിയർ സീറ്റിൽ ഓക്കെ അവന് ഞാൻ നോക്കുന്നത് കുറച്ച് റൂഫ് ലോയിലായി നിൽക്കുന്നത്. അപ്പോൾ ഒരു ക്രാമ്പ് ഫീൽ തോന്നിക്കുന്ന രീതിയിലുള്ള ഫീൽഡ്. പക്ഷേ ഫിസിക്കലി എനിക്ക് അത്ര തോന്നിയിരുന്നില്ല. സീറ്റിന് താഴെ സപ്പോർട്ട് കുറവുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഹാൻഡ് റെസ്റ്റ് സപ്പോർട്ടായി നിൽക്കാത്തതുകൊണ്ടുള്ള ഒരു എലമെൻറ്റും ഉണ്ടായിരുന്നു. പിന്നെ ഹാൻഡ് റെസ്റ്റ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് വരുന്നുണ്ട്, ഓപ്പണായി നിൽക്കുന്ന ഒരു എലമെൻറ്റ്, അതായത് ബൂട്ടിലേക്ക് ഓപ്പൺ ആവുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. അത് ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കൺവീനിയൻ്റ് ആണ്, ചിലപ്പോൾ ഇൻകൺവീനിയൻസ് ആയിരിക്കും. കാരണം ചില സാധനങ്ങളെല്ലാം ബ്രേക്കിലൂടെ മുന്നോട്ട് വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ബാറ്ററി താഴെയുള്ളതുകൊണ്ട് തന്നെ ഫ്ലോർ ഹൈറ്റ് കുറച്ച് കൂടിയിട്ടാണുള്ളത്. ഇത് നമ്മൾ അന്നത്തെ എക്സ്പീരിയൻസ് ഒന്നും ഈ ഒരു ശ്രീകാന്ത് ഫീഡ്ബാക്ക് എന്നുള്ള കാര്യങ്ങളല്ല. അന്നത്തെ വീഡിയോ കണ്ടാൽ ഞാൻ അന്ന് എക്സ്പീരിയൻസ് ചെയ്ത പോലെയുള്ള കാര്യങ്ങൾ ഗൗഡി മനസ്സിലാവും. എന്നാലും ബാക്കി പവർ ട്രെയിനും അന്ന് അറിയാത്ത കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് അതും. ഇനി ഡ്രൈവ് ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ശ്രീകാന്തിനും ഫീൽ ചെയ്തിട്ടുള്ളത്. ബേസിക്കലി ഒരു സസ്പെൻഷൻ ട്യൂണിങ് ആവട്ടെ, സ്റ്റിയറിങ്ങിൻ്റെ ഫീൽ ആവട്ടെ,
ബ്രേക്കിംഗ് എഫിഷ്യൻസി ആവട്ടെ, ഇതെല്ലാം തന്നെ ശ്രീകാന്തും തന്ന ഫീഡ്ബാക്ക് സെയിമാണ്. ഇന്ത്യൻ കോൺടെസ്റ്റിൽ വെച്ച് നോക്കുമ്പം സ്റ്റെയറിംഗ് ലൈറ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടി മാനുവബിലിറ്റി സുഖമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കോൺഫിഡൻസ് കിട്ടുന്ന കമ്മ്യൂണിക്കേഷൻ സ്റ്റിയറിംഗ് നൽകുന്നുണ്ട്. സസ്പെൻഷൻ ആണെങ്കിൽ കുറച്ച് സ്റ്റിഫാണ്, അത് ഡ്രൈവിങ്ങിന് ഗുണം ചെയ്യുന്നുണ്ട്. അത് ലൈന് മാറുമ്പോൾ എല്ലാം തന്നെ സ്റ്റേബിളാണ്, ബോഡി റോള് കുറവാണ്. പിന്നെ അതിന് ഈ ഒരു ബാറ്ററിയുടെ ആഡ് ഓൺ വെയിറ്റും അതിനൊരു കാരണമാവുന്നുണ്ടാവും. എന്താണെങ്കിലും കംഫർട്ട് കുറയാത്ത രീതിയിൽ തന്നെ ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ റോഡിലാണെങ്കിലും അതങ്ങനെ തന്നെ ഫീൽ ചെയ്തെന്നുള്ളതാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇനി ഗ്രൗണ്ട് ക്ലിയറൻസ് നമ്പേഴ്സൊന്നും അവർ പറഞ്ഞിട്ടില്ല, പക്ഷേ അവർ മോശമായ റോഡിലെല്ലാം ഓടിച്ച് നോക്കിയിട്ടും ഒന്നും സ്ക്രേപ്പ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം നമുക്ക് ഇന്ത്യൻ കണ്ടീഷനിൽ പ്രാക്ടിക്കലായിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. പിന്നെ അന്ന് പറയാത്തതും ഇന്ന് നമ്മൾ ക്ലിയർ ആവാത്തതും സ്പെക്കുലേറ്റ് ചെയ്തിട്ടുള്ള 2 ബാറ്ററി പാക്സ് വരുന്നുണ്ടെന്നുള്ളതാണ്. ഒന്ന് 49 കിലോവാട്ട് ആയിരിക്കും, അതുപോലെ തന്നെ ഒന്ന് 61 കിലോവാട്ട് ബാറ്ററി ആയിരിക്കും. പവർ ഔട്ട്പുട്ടിന് തന്നെ ഏകദേശം 143 HP അതുപോലെ തന്നെ 173 HP ആയിരിക്കും. ടോർക്ക് ഫിഗർ വരുന്നത് രണ്ടും മോട്ടറിന് 192.5 എല്ലായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് NM. എന്തായാലും ടോപ്പ് റേഞ്ച് മാക്സിമം റേഞ്ച് ക്ലെയിം ചെയ്തതിൽ 543 കിലോമീറ്റർ, അത് ARI സർട്ടിഫൈ ചെയ്തിട്ടുള്ള കിലോമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ശ്രീകാന്ത് ഓടിക്കുമ്പം ആ ഒരു രീതിയിലുള്ള റേഞ്ച് കിട്ടുന്നതായിട്ടാണ് അവനക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. എന്തായാലും കുറച്ച് ഡ്രോപ്പ് നമ്മൾ പ്രാക്ടിക്കലി ഉപയോഗിക്കുന്നുണ്ടാവും. ബ്ലേഡ് ബാറ്ററീസ് ആണ് ഉപയോഗിക്കുന്നത്, അത് BYD നിന്ന് സോഴ്സ് ചെയ്തുകൊണ്ട് തന്നെ. അതിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ക്ലെയിം ചെയ്യുന്ന റേഞ്ചിന് എന്തായാലും അടുത്തെങ്കിലും കിട്ടും. അല്ലെങ്കിൽ ഡ്രൈവിംഗ് അനുസരിച്ച് റേഞ്ച് എപ്പോഴും മാറും. ആളുകളുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എന്നാലും പ്രോപ്പർലി ഓടിച്ചാൽ അങ്ങനെ കിട്ടുന്നില്ല. മറ്റൊരു കാര്യമുള്ള 3 ഡ്രൈവിംഗ് മോഡാണ്: ഇക്കോ, കംഫർട്ട്, സ്പോർട്ട്. അതിൽ സ്പോർട്ട് വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ചെറിയൊരു സ്പോർട്ടിനെസ് തോന്നെങ്കിലും ഏറ്റവും നല്ലത് ഒരു ഈക്വലായിട്ട് അല്ലെങ്കിൽ ഒരു ബാലൻസ് ആയിട്ട് നിൽക്കുന്ന കംഫർട്ട് മോഡാണ്. ഇക്കോയിലും കുറച്ച് ഡ്രോപ്പ് ആവുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഞാനെല്ലാം പ്രതീക്ഷിച്ചിരുന്ന VTR ഫസ്റ്റ് മാരുതി ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നായിരുന്നു. പക്ഷേ വണ്ടി ലേറ്റ് ആയിട്ടുണ്ട്. വിക്ടോറിയസിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ വിക്ടോറിയസിനെല്ലാം നല്ല പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്ന ഫീച്ചേഴ്സാണ് അഡാസിലുള്ളത്. അപ്പം നമുക്കത് ഇതിലും ക്യാരി ചെയ്തെന്നുള്ള നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അത് ഞാൻ UK എക്സ്പീരിയൻസ് 2 കാര്യത്തിൽ, ഒന്ന് ലെയിൻ കീപ്പിങ്ങിനും അതുപോലെ തന്നെ ഓൺ ഗോയിങ് ട്രാഫിക്കിനെല്ലാം നമ്മൾക്ക് ക്രൂസിലിടുമ്പോൾ ശരിക്കും വർക്ക് ചെയ്തതായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഈ ഫീച്ചേഴ്സും കൂടെ എല്ലാ വണ്ടിയിലും പറയാറുള്ളൊരു കാര്യം, ഫീച്ചേഴ്സ് ഉണ്ട് അഡാസ് ലെവൽ 2 എല്ലാം ആയെങ്കിലും അതെങ്ങനെ പെർഫോം ചെയ്യുന്ന, അത് ഫ്ലോലെസ് ആയി പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോട് കാര്യമുള്ളൂ. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സും അവർ മാക്സിമം ശ്രദ്ധിച്ചതായിട്ട് നമുക്കറിയാൻ പറ്റും. എന്തായാലും ഇന്ത്യയിൽ നിന്നും ഇൻ്റർനാഷണലി പോകുന്നതുകൊണ്ട് ആ ബിൽഡ് ക്വാളിറ്റിയിലൊന്നും തന്നെ ഒരു കോംപ്രമൈസ് വന്നിട്ടില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇനി വലിയൊരു ഫാക്ടറുള്ള മാരുതി ഈ ഒരു ഇക്കോ സിസ്റ്റം കൊണ്ടുവരുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ നാട്ടിലെ ഗോയിസി പോലുള്ള ചാർജിങ് സ്റ്റേഷൻസ് എല്ലാം അടക്കമുള്ള ഒരു ഡാറ്റാ ബേസ് മാരുതി കൺക്ലൂഡ് ചെയ്തിട്ട് ഒരു ആപ്പിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് സിസ്റ്റംസ് നമുക്ക് എവിടെയൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്നുള്ള കണക്ട് ചെയ്യുന്ന ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലിപ്പോൾ നമുക്ക് വോയിസിൽ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന, നമുക്ക് അടുത്ത് തന്നെ വീട്ടിനടുത്തുണ്ട്, നമുക്ക് പോണ ലൊക്കേഷൻസിലുള്ളതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്ത് അവിടെ അവൈലബിലിറ്റിയും കാര്യമെല്ലാം കാണിച്ച് തരാണെങ്കിൽ നമുക്ക് വളരെ ഉപയോഗപ്പെടുന്ന ഫീച്ചേഴ്സാണ്. അതിൻ്റെ പുറമേ ബാക്കി റോഡ് സൈഡ് അസിസ്റ്റൻസ്, നമുക്ക് പിക്കപ്പ്, റിക്കവറി കാര്യങ്ങൾ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ മാരുതി ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ഒരു നെറ്റ്വർക്ക് വലുതാക്കി സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി മാരുതി ഇത്രയും ഡിലേ ആകാൻ കാരണം പറഞ്ഞിട്ടുള്ള ഇക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതിൽ അവർ വലിയൊരു സ്റ്റെപ്പ് മുന്നോട്ട് വന്ന് എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. മറ്റുള്ള മാനുഫാക്ചറിനേക്കാളും ഐ തിങ്ക് ഇറ്റ് ഇസ് ബെറ്റർ, ഐ ഫീൽ ഇറ്റ്സ് ഓൾസോ ബെറ്റർ. ഇനി പ്രാക്ടിക്കലി യൂസ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ നമുക്കിപ്പം കമൻറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഞാൻ ഇവിടെ ഇരുന്ന് കൊണ്ടിട്ട് ഈ വിറ്റാറിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റുന്നത്. ഡ്രൈവ് മിസ്സായാലും സങ്കടമുണ്ട്, ഇങ്ങനെ കൊണ്ടുവരുന്നതിലും എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ നമ്മൾ കൊണ്ടുവരുന്ന വീഡിയോയിൽ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എന്തായാലും ഉടനെ തന്നെ ഞാൻ ഈ വിറ്റാര ഇന്ത്യൻ വേർഷന് കൈവയ്ക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു റിവ്യൂ നോക്കാം. ഇത്രയും കേട്ടത്തോളം എൻ്റെ കഴിഞ്ഞ റിവ്യൂ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ വിറ്റാറിനെ കുറിച്ച് എന്ത് തോന്നി? ലേറ്റ് ആയതുകൊണ്ട് പരാതി ഉണ്ടോ? ഇതെല്ലാം തന്നെ കമൻറ്റിൽ പറയാം. എന്തായാലും മാരുതി ഒരു സെഗ്മെൻറ്റ് വരികയാണെങ്കിൽ അവർ അത് മാക്സിമം സ്ട്രോങ് ആക്കാൻ നോക്കും. പക്ഷേ അവർക്കും ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്, നമ്മൾ കണ്ടതാണ് അടുത്തെല്ലാം. അപ്പം ആ ഒരു പോസിറ്റിവിറ്റി വെച്ചിട്ട് ഒരു വലിയൊരു സെഗ്മെൻറ്റ് ക്രിയേഷൻ ആയിരിക്കും മാരുതിക്ക് ഇതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ടൈം വിൽ ഓൺലി പ്രൂവ് ദാറ്റ്. ഈ വിറ്റാറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ വരാം. ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയറും ചെയ്യുക. ഇങ്ങനെ കൊണ്ടുവന്നതിൽ ക്ഷമ ചോദിക്കുന്നു. എന്തായാലും ഇങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ പറ്റിയെന്നുള്ള സന്തോഷത്തിൽ ഞാൻ നന്ദി പറയുന്നു. അടുത്ത തവണ കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വെൽ.